രസപ്പൊടി ഇല്ലാതെ തന്നെ നമുക്കൊരു നാടൻ സ്റ്റൈലിലുള്ള ഒരു രസം തയ്യാറാക്കിയാലോ. അതിനിവിടെ ഞാൻ ഒരു ഉള്ളി, ഒരു തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, പിന്നെ ശകലം പുളി പിഴിഞ്ഞ വെള്ളവും ഇതൊക്കെയാണ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവയെല്ലാം ചതച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പേസ്റ്റ് പോലല്ലാത്ത വിധത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും കൂടെ ചതച്ചെടുക്കണം. അങ്ങനെ ഉള്ളി ചതച്ചതും ഇവിടെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കാൻ പോണത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണയും ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ കടുക്, അതിട്ട് കഴിഞ്ഞതിന് ശേഷം വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, അതോടൊപ്പം തന്നെ ഉള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലോട്ടൊരു നുള്ള് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ രസത്തിന് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒരു 5 മിനിറ്റിന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ രസം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പനിയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ നാവിനൊക്കെ രുചി പോകില്ലേ. അപ്പോൾ നല്ല ചൂട് ചോറ് ഈ രസമൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നാവിന് നല്ല സ്വാദ് കിട്ടുന്നുണ്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പോരാത്തതിന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന്